നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 9 വ്യാഴാഴ്ചയാണ്. ആദ്യം ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിൽ നിന്ന് ആരംഭിക്കാം. പണപ്പെരുപ്പ സമ്മർദ്ദങ്ങൾക്കിടയിൽ ഭാവിയിൽ ഫെഡറൽ റിസർവ് നിരക്ക് കുറയ്ക്കുന്നതിനുള്ള സാധ്യതകൾ വ്യാപാരികൾ വിലയിരുത്തിയതിനാൽ ഇന്നലെ ഡൗ ജോൺസും S&P 500 0.16% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. എന്നാൽ നാസ്ഡാക്ക് 0.66% ഇടിഞ്ഞു. ഇന്നലെ ഫെഡറൽ റിസർവിന്റെ ഡിസംബർ 17-18 തീയതികളിലെ മീറ്റിംഗ് മിനിറ്റ്സ് ആണ് പുറത്തു വന്നത്. പണപ്പെരുപ്പം ഉയർന്ന നിലയിൽ തുടരും എന്ന ആശങ്കകളാണ് ഈ റിപ്പോർട്ട് പുറത്തു നൽകുന്നത്. പ്രധാനപ്പെട്ട ഒരു ഡാറ്റ ഇനി പുറത്തു വരാനുള്ളത് ഡിസംബർ മാസത്തെ പേറോൾ റിപ്പോർട്ട്സ് ആണ്. വെള്ളിയാഴ്ചയാണ് ഈ ഡാറ്റ പുറത്തു വരിക. ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്ന യൂറോപ്യൻ മാർക്കറ്റുകളും ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളും മിക്സഡ് ആയിട്ടാണുള്ളത്. ഇന്നലെ നേട്ടത്തിലായിരുന്ന ഓയിൽ പ്രൈസുകൾ ഇൻവെന്ററി ഡാറ്റയ്ക്ക് ശേഷം 1% മുകളിൽ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. സ്പോട്ട് ഗോൾഡ് 0.4% നേട്ടത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ കേരളത്തിലെ ഇന്നലത്തെ സ്വർണ്ണവില 57,800 രൂപയായി ഉയർന്നു. ക്രിപ്റ്റോ സെഗ്മെന്റിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ വീണ്ടും ഇടിയുകയുണ്ടായി. ഇപ്പോൾ $94,000 ഇന്ത്യൻ എക്കോണമിയിലേക്ക് വന്നാൽ ഒരു സമ്മിശ്രമാവാൻ സാധ്യതയുള്ള ഒരു വാർത്ത ഇന്നലെ പുറത്തു വന്നത്. ഇന്ത്യ സ്വർണ്ണ ഇറക്കുമതി ഡാറ്റ പരിഷ്കരിച്ചു. വ്യാപാര കമ്മി $11.7 ബില്യൺ കുറച്ചു. ഇതിൽ നെഗറ്റീവായിട്ടുള്ള ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഒരു പിശകാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇന്ത്യയുടെ ട്രാൻസ്പാരൻസിയെ ബാധിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. ഒത്തിരിയേറെ സ്റ്റോക്ക് ന്യൂസുകളുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തൊട്ടുമുകളിലുള്ള വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയക്കുക. ഇനി ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. പരമാവധി എല്ലാവരും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ആദ്യം ഇന്ത്യൻ ഗവൺമെന്റിന് പറ്റിയ വലിയൊരു പിഴവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. കണക്കിലെ പിഴവ് കാരണം 2024 ഏപ്രിലും നവംബറിലും ഇടയിൽ ഇന്ത്യയുടെ സ്വർണ്ണ ഇറക്കുമതി $11.73 ബില്യൺ കൂടുതലായി. ഇതോടെ വ്യാപാര കമ്മി 202.42 ബില്യണിൽ നിന്ന് $190.69 ബില്യൺ ആയി കുറഞ്ഞു. ഡാറ്റ റെക്കോർഡ് ചെയ്തതിലെ മാറ്റങ്ങൾ കാരണമാണ് ഈ തെറ്റ് സംഭവിച്ചത്. അത്തരം ഡാറ്റയുടെ വിശ്വാസ്യതയെക്കുറിച്ച് വിദഗ്ധർ ആശങ്കാകുലരാണ്. പുതുക്കിയ ഡാറ്റ വ്യാപാര കമ്മി കുറയ്ക്കുകയും നയരൂപീകർത്താക്കൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള പിശകുകൾ സംഭവിക്കുന്നത് ഇന്ത്യയുടെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അത് എക്കോണമിയെ സംബന്ധിച്ച് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി വരുന്ന വർഷങ്ങളിലെങ്കിലും ഇത്തരത്തിലുള്ള തെറ്റുകൾ ഇല്ലാതാക്കി കഴിഞ്ഞാൽ അത് കൂടുതൽ ഇന്ത്യൻ എക്കോണമിയിൽ ട്രാൻസ്പാരൻസി ഉണ്ടാക്കുകയാണ് ചെയ്യുക. അടുത്തതായി ഡിക്സൺ ടെക്നോളജീസുമായി ബന്ധപ്പെട്ട് ഒരു നെഗറ്റീവായിട്ടുള്ള വാർത്തയാണ്. PLI സ്കീമിന് കീഴിൽ സബ്സിഡികൾക്കായി 700 കോടി രൂപ അനുവദിക്കാൻ ഫോക്സ്കോണും ഡിക്സൺ ടെക്നോളജീസും സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. സർക്കാർ സബ്സിഡിയായി 41,000 കോടി രൂപ വാഗ്ദാനം ചെയ്തു. എന്നാൽ കമ്പനികൾക്ക് ചില ഫണ്ടുകൾ അനുവദിച്ചിട്ടില്ല. PLI സ്കീമിന് കീഴിലുള്ള നിയമങ്ങൾ അടിസ്ഥാനമാക്കി അനുവദിക്കാത്ത സബ്സിഡികളുടെ ഭാഗത്തിന് തങ്ങൾ യോഗ്യരാണെന്ന് ഫോക്സ്കോണും ഡിക്സോൺ ടെക്നോളജീസും അവകാശപ്പെടുന്നു. ഇനിയിപ്പോൾ പെൻഡിംഗ് ഉള്ള എമൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഫോക്സ്കോണിന് 600 കോടി രൂപയും ഡിക്സോൺ ടെക്നോളജീസിന് 100 കോടി രൂപയുമാണ് ലഭിക്കാൻ സാധ്യതയുള്ളത്. ഇന്നലെ ഡിക്സോൺ ടെക്നോളജീസ് ഏകദേശം 8% ഇടിഞ്ഞത്. PLI സ്കീമിലുള്ള ആ ഒരു ഡിലേ സ്റ്റോക്കിന്റെ ഇടിവിനൊരു കാരണം തന്നെയായിട്ടുണ്ടാകും. കൂടാതെ മൊത്തത്തിലുള്ള മാർക്കറ്റ് സെന്റിമെന്റും സ്റ്റോക്ക് കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കൂടിയാവാം ഇന്നലത്തെ ഈ ഒരു ഇടിവ്. അടുത്തതായി ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികളാണ്. ടാറ്റ കൺസൾട്ടൻസി സർവീസസിന്റെ റിസൾട്ട് ഇന്നാണ്. കൂടാതെ മറ്റ് പ്രധാനപ്പെട്ട കമ്പനികൾ ടാറ്റ എലക്സി, ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ആൻഡ് ഡെവലപ്മെന്റ് ഏജൻസി, GTPL, ഹാത്വേ, യാഷ്, ഹൈ വോൾട്ടേജ്, പദം കോട്ടൺ യാൺസ്, വിവോ ബയോടെക് തുടങ്ങിയ കമ്പനികളുടെ റിസൾട്ടുകളാണ് ഇന്ന് പുറത്തു വരുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം ബൊറോസിൽ റിന്യൂവബിൾസ് ഫോട്ടോ വാൾടെക് സോളാർ പാനലുകളുടെ നിർമ്മാണത്തിലെ നിർണായക ഘടകങ്ങളായ സോളാർ ഗ്ലാസുകളുടെ നിർമ്മാണത്തിൽ നിലവിലെ ശേഷി 50% വർദ്ധിപ്പിക്കുന്നതിന് കമ്പനി പ്രഖ്യാപിച്ചു. അടുത്തത് പ്രതാപ് സ്നാക്സ് എന്ന കമ്പനിയാണ്. കമ്പനിയുടെ 26% ഓഹരികൾ 544 കോടി രൂപയ്ക്ക് സ്വന്തമാക്കാൻ മഹി മധുസൂദനൻ കേലയ്ക്കൊപ്പം ഓത്തും ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറിൽ നിന്ന് കമ്പനിക്ക് ഒരു ഓപ്പൺ ഓഫർ ലെറ്റർ ലഭിച്ചു. അടുത്തത് പേജ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയാണ്. കമ്പനിയുടെ 3rd ഇൻട്രിം ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്നതിനായി ഫെബ്രുവരി 5 ബോർഡ് യോഗം ചേരും. മറ്റൊരു കമ്പനി PI ഇൻഡസ്ട്രീസ് ആണ്. കസ്റ്റംസ് കമ്മീഷൻ JCNH നവസേവയിൽ നിന്ന് കമ്പനിക്ക് ഒരു ഓർഡർ ലഭിച്ചു. ഉത്തരവിനെ തുടർന്ന് കമ്പനിക്ക് 38 കോടി രൂപ ഡിഫറൻഷ്യൽ കസ്റ്റംസ് ഡ്യൂട്ടിയും പിഴപ്പലിശയും ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തത് സി മീഡിയയാണ്. ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ജനുവരി 13 ബോർഡ് യോഗം ചേരും. അടുത്തത് ആനന്ദ് രതി വെൽത്ത് എന്ന കമ്പനിയാണ്. ബോണസ് ഇഷ്യൂ പരിഗണിക്കുന്നതിനായി ജനുവരി 13 ബോർഡ് യോഗം ചേരും. അടുത്തത് മണപ്പുറം ഫിനാൻസ് ആണ്. മണപ്പുറം ഫിനാൻസിന്റെ ഉടമസ്ഥതയിലുള്ള ആശീർവാദ് മൈക്രോ ഫിനാൻസ് ലിമിറ്റഡിൽ ഏർപ്പെടുത്തിയ RBIയുടെ നിയന്ത്രണങ്ങൾ ഇപ്പോൾ നീക്കിയിരിക്കുന്നു.
പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. അടുത്തത് PN ഗാഡ്ഗിൽ ജ്വല്ലേഴ്സ് എന്ന കമ്പനിയാണ്. കൺസോളിഡേറ്റഡ് ഗ്രോത്തിൽ Q3യിൽ 24% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. കൂടാതെ വരുന്ന ക്വാർട്ടറിൽ 3 സ്റ്റോറുകൾ കൂടി ഓപ്പൺ ചെയ്യാൻ കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ L&T ഫിനാൻസ്, ബന്ധൻ ബാങ്ക്, ഹിന്ദുസ്ഥാൻ കോപ്പർ, മണപ്പുറം ഫിനാൻസ്, RBL ബാങ്ക് തുടങ്ങിയവയാണ്. ഇനി മറ്റൊരു കാര്യമുള്ളത്, എല്ലാ ട്രേഡിംഗ് ഉള്ള ദിവസങ്ങളിലും രാവിലെ 9 മണി മുതൽ 3:30 വരെ നമ്മൾ എഡ്യൂക്കേഷണൽ വ്യൂസ് നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലാണ് കൊടുക്കാറുള്ളത്. നല്ല നല്ല സ്റ്റോക്കുകളുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് ആണ് നമ്മൾ അവിടെ നൽകാറുള്ളത്. അപ്പോൾ സ്റ്റുഡൻസിന് ആർക്കെങ്കിലും അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് വഴി നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FID ആക്ടിവിറ്റിയാണ്. FIS 3362 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്തത്. DIS ആവട്ടെ 2716 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. തുടർച്ചയായ 4ാമത്തെ ദിവസം തന്നെയാണ് FIS സെല്ലിംഗ് മോഡിലേക്ക് പോകുന്നത്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ ഒരു മ്യൂട്ടഡ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ബയാസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെയാണ് ഫെഡറൽ റിസർവിന്റെ മീറ്റിംഗ് മിനിറ്റ്സ് പുറത്തു വന്നത്. അതിൽ ഇൻഫ്ലേഷൻ ഉയർന്നു തന്നെ തുടരും എന്നുള്ള സൂചനകളാണ് നൽകിയത്. ഏഷ്യയിൽ നിന്നും പ്രധാനപ്പെട്ട ഒരു ഡാറ്റ ഇന്ന് പുറത്തു വരുന്നത് ഡിസംബർ മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റയാണ്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.81% ഇടിവിലാണ്. സിംഗപ്പൂർ മാർക്കറ്റ് 0.32% ഇടിവിലും കോസ്പി മാർക്കറ്റ് 0.19% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുമ്പോൾ തായ്വാൻ മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണുള്ളത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 23,718 എന്ന നിലയിലാണ്. 36 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇന്ന് നിഫ്റ്റിയിൽ 60 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിനാണ് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക് ഇന്നലെ ഇൻവെന്ററി ഡാറ്റ വരെ ഉയർന്നു നിന്നിരുന്ന ഓയിൽ പ്രൈസുകൾ പിന്നീട് നല്ല ഒരു ഇടിവിലേക്ക് പോയി. 1% മുകളിലാണ് ഇടിഞ്ഞത്. US എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേറ്ററിൽ നിന്ന് ബുധനാഴ്ച പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ക്രൂഡ് ഇൻവെന്ററികളിൽ ഒരു വർധനവാണ് കണ്ടത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $75.73 പെർ ബാരൽ എന്ന നിലയിൽ 0.59% ഇടിവിലാണുള്ളത്. WTI $72.89 പെർ ബാരൽ എന്ന നിലയിൽ 0.59% ഇടിവിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റിയിലേക്ക് 23,700 താഴെയായിട്ട് 23,688 19 പോയിന്റ്സ് മാത്രം ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നലത്തെയും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 200 ഡേ EMAയ്ക്ക് മുകളിലായിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. 23,630 റേഞ്ചിലാണ് 200 ഡേ EMA ഉള്ളത്. നിഫ്റ്റിക്ക് ഇന്നലെ 23,500 ആയിരുന്നു ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടായി മാറിയത്. നമ്മൾ ഡെയിലി ചാർട്ടിൽ വരച്ചിരുന്ന ആ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേണിന്റെ സപ്പോർട്ടിൽ ടച്ച് ചെയ്തതിന് ശേഷമാണ് നിഫ്റ്റി ഇന്നലെ തിരിച്ചു കയറുന്നത്. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ പ്രീ മാർക്കറ്റ് വീഡിയോ കണ്ടവർക്ക് അത്യാവശ്യം പോയിന്റ്സ് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഡെയിലി ക്യാൻഡിൽ പരിശോധിച്ചാൽ ലോങ് ലോവർ വിക്കോട് കൂടിയ ഒരു റെഡ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ഒരു ഹാമർ ക്യാൻഡിലിനൊക്കെ സമാനമായ ക്യാൻഡിലാണത്. അപ്സൈഡിൽ ഇനി ആദ്യം ബ്രേക്ക് ചെയ്യേണ്ടത് 23,780 എന്ന ലെവൽ തന്നെയാണ്. ഈ ഒരു ലെവലിന് മുകളിലായിട്ട് ഒരു കംഫർട്ടബിൾ ക്ലോസിംഗ് വെക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിഫ്റ്റി കുറച്ചുകൂടി ഉയരങ്ങളിലേക്ക് പോകും. പ്രത്യേകിച്ച് നമ്മൾ അപ്സൈഡിൽ വരച്ചിരിക്കുന്ന ആ ഒരു 24,000 സോണിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുള്ളത് ഈ സിമെട്രിക്കൽ ട്രയാങ്കിളിന്റെ ആ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ തന്നെയാണ്. 23,570 ആ ഒരു ലെവലിലാണ് വരുന്നത്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000 ആണ്. അതിനുശേഷം 24,500 സ്ട്രൈക്കിലും അതിനുശേഷം 24,200 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 23,000, അതിനുശേഷം 23,500 സ്ട്രൈക്ക്, അതിനുശേഷം 23,200 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,000ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,500ഉമാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 23,650 സ്ട്രൈക്കിൽ 200% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പ് ആണ്. 148% വർധനവാണ് കോൾ സൈഡിലുള്ളത്. ഒരു ഷോർട്ട് ബിൽഡപ്പ് അവിടെ കാണാം. 23,600 സ്ട്രൈക്കിൽ 80% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെയാണ്. 191% കുറച്ചുകൂടി ശക്തമായിട്ടുള്ള ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കോൾ സൈഡിലുള്ളത്. 23,700 സ്ട്രൈക്കിൽ 32% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് ഉണ്ട്. 102% വർധനവാണ് കോൾ സൈഡിൽ കാണുന്നത്. ഷോർട്ട് ബിൽഡപ്പ് തന്നെയാണ്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് സ്ട്രോങ് ആയി നിൽക്കുന്നത് 23,650 സ്ട്രൈക്കിലാണെങ്കിൽ കോൾ സൈഡ് സ്ട്രോങ് ആയിട്ടുള്ളത് 23,700 സ്ട്രൈക്കിലും 23,600 സ്ട്രൈക്കിലുമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് ബാങ്ക് നിഫ്റ്റി 49,835 367 പോയിന്റ്സ് ആണ് ഇടിഞ്ഞത്. കുറച്ചുകൂടി ഇടിവിന്റെ ആഘാതം കൂടുതൽ ഉണ്ടായിരുന്നത് ബാങ്ക് നിഫ്റ്റിക്ക് തന്നെയായിരുന്നു. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നലത്തെ ക്ലോസിംഗ് എന്നത് 49,835
അതായത് 200 ഡേ EMI ഉള്ളത് 50,204 അതിന് താഴെയായിട്ടാണ് ഇന്നലത്തെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് നമ്മൾ വരച്ച സപ്പോർട്ട് ട്രെൻഡ് ലൈനിൽ നിന്നും കുറച്ചുകൂടി ഒരു ബൗൺസ് ബാക്ക് ലഭിച്ചിട്ടുണ്ട്. 49,650 ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെയാണ്. ഇനി കംഫർട്ടബിൾ ആയിട്ട് ഡെയിലി ബേസിസിൽ 200 EMI ക്രോസ് ചെയ്യാൻ സാധിക്കണം. കൂടാതെ അങ്ങനെയാണെങ്കിൽ 50,500 ടച്ച് ചെയ്യാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ ഒന്ന് പരിശോധിക്കാം. ആദ്യം കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്ട്രൈക്ക് 52,000 ആണ്. അതിനുശേഷം 51,000 സ്ട്രൈക്കിലും അതിനുശേഷം 51,500 സ്ട്രൈക്കുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 49,000 ആണ്. അതിനുശേഷം 48,000 സ്ട്രൈക്കും അതിനുശേഷം 50,000 സ്ട്രൈക്കിലുമാണ്. അതായത് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 51,000ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 49,000ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക് 14.66-ൽ 6.33% ഇടിഞ്ഞാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. തുടർച്ചയായ രണ്ടാമത്തെ ദിവസമാണ് ഇന്ത്യ വിക്സ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലൂടെയാണ് നമ്മൾ കടന്നു പോയിരിക്കുന്നത്. ഈ വാർത്തകളെല്ലാം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് അതിവിടെ ഷെയർ ചെയ്തിട്ടുള്ളതും. ഇനി ആർക്കെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.